മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA മിന്നൽ റെയ്ഡ്. 5 വീടുകളിലാണ് മിന്നൽ റെയ്ഡ് നടത്തിയത്. പുലർച്ചെ 3 മണിയോടെയാണ് കൊച്ചിയിൽ നിന്നുള്ള NIA ഉദ്യോഗസ്ഥർ പരിശോധന തുടങ്ങിയത്. 4 പേരെ കസ്റ്റഡിയിലെടുത്തു. 1 മണിക്കൂറിനുള്ളിൽ റെയ്ഡ് പൂർത്തിയാക്കി. 4 വീടുകളിൽ നിന്ന് ഓരോരുത്തരെ വീതം NIA കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് എന്നാണ് വിവരങ്ങൾ. ഇയാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത് എന്നും വിശദമായി ചോദ്യം ചെയ്ത ശേഷം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായാൽ വിട്ടയക്കും എന്നാണ് NIA ഉദ്യോഗസ്ഥർ ഇവരുടെ വീട്ടുകാരോട് അറിയിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിൽ ആയവരിൽ ഒരാൾ SDPIയുടെ ബ്രാഞ്ച് പ്രസിഡന്റാണ്. 2 പേർ സ്വർണ്ണപ്പണിക്കാരാണ് എന്നാണ് വിവരങ്ങൾ. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസി NIA അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസമാണ്. അതിനുശേഷം NIA ചില പ്രത്യേക ഇടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കി തുടരുകയായിരുന്നു. രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ SDPI പണം ശേഖരിച്ചത് റംസാൻ ഫണ്ട് എന്ന പേരിൽ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെളിപ്പെടുത്തിയിരുന്നു. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ SDPIക്ക് പണം നൽകിയത് നേരായ വഴിയിലൂടെ അല്ല എന്ന് സംശയാസ്പദമായതും അതുപോലെ വെളിപ്പെടുത്താത്തതും കണക്കിൽപ്പെടാത്തതുമായ ഫണ്ടുകളാണ് SDPIക്ക് PFI നൽകിയത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. റെയ്ഡുകളിൽ പിടിച്ചെടുത്ത ഡയറികളിലും മറ്റു രേഖകളിലും SDPIക്ക് പണം നൽകിയതായി ഉണ്ട് എങ്കിലും PFI ബാങ്ക് അക്കൗണ്ടുകളിലൂടെ അല്ല ഈ പണം കൈമാറിയിരുന്നത് എന്നാണ് EDയുടെ കണ്ടെത്തൽ. ആന്തരികമായ ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായ ഒരു സാമൂഹിക പ്രസ്ഥാനമായും നിലകൊള്ളുന്ന PFI സംഘടനയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി SDPI മറ്റ് ഉപപ്രസ്ഥാനങ്ങളും രൂപീകരിച്ചുവെന്ന് ED വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് SDPI പ്രവർത്തകരുടെ മേൽ ജാഗ്രത നിരീക്ഷണം NIA ഏർപ്പെടുത്തിയിരുന്നത്. രാജ്യത്തിനകത്തും പുറത്തുനിന്നും പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി PFI ഫണ്ടുകൾ ശേഖരിച്ചു എന്നാണ് വിവരങ്ങൾ. തീവ്രവാദ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും രാജ്യത്ത് നടത്താനായി റംസാൻ കളക്ഷൻ എന്ന പേരിൽ പ്രാദേശികമായും പണം സമാഹരിച്ചതായും EDയുടെ റിപ്പോർട്ടിൽ പറയുന്നു. വിവിധ PFI ട്രസ്റ്റുകളുടെ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരിലുള്ള 35ഓളം സ്വത്തുക്കൾ നേരത്തെ ED കണ്ടുകെട്ടിയിരുന്നു. 35.43 കോടി രൂപ വിലമതിക്കുന്ന 19 സ്ഥാവര സ്വത്തുക്കളും 21.13 കോടി രൂപ വിലമതിക്കുന്ന 16 സ്ഥാവര വസ്തുക്കളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നതായി ED അറിയിച്ചു. സഹായം നൽകാൻ എന്ന വ്യാജേനയാണ് പലപ്പോഴും ഹജ്ജ് തീർത്ഥാടന കാലത്ത് ഇന്ത്യക്കാരെ വലയിൽ വീഴ്ത്താറുള്ളത് എന്നും കണ്ടെത്തിയിരുന്നു. ഈ സംഘടനകൾ വലിയ രീതിയിൽ ഫണ്ട് സ്വരൂപിക്കുക, അതിൽ വലിയൊരു ഭാഗം ഹവാല, സ്വർണ്ണക്കടത്ത് തുടങ്ങിയവയിലൂടെ ഇന്ത്യയിലേക്ക് അയക്കുകയുമാണ് പതിവ്. കൂടാതെ നിയമസഹായം, കമ്മ്യൂണിറ്റി പിന്തുണ എന്നിവയുടെ പേരിലും ഈ വാലറ്റുകൾ വഴിയും ഇവർ ഫണ്ടുകൾ അയക്കാറുണ്ട് എന്നും ED കണ്ടെത്തിയിരുന്നു. കേന്ദ്രം ശ്രമിക്കുന്നത് SDPIയുടെ അടിവേര് തോണ്ടാൻ തന്നെയായിരുന്നു. എന്തായാലും അതിനെ തുടർന്ന് തന്നെയാണ് കേരളത്തിൽ മഞ്ചേരിയിൽ രാവിലെ 3 മണി എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ലാതെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു മിന്നൽ നീക്കം NIAയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും NIA കരുതി വന്ന 4 പേരിൽ 3 പേരെ പിടികൂടി എന്നാണ് വിവരങ്ങൾ. 4ാമത്തെ ആളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 2 പേർ സ്വർണ്ണപ്പണിക്കാരാണ് എന്നതാണ് കൂടുതൽ ദുരൂഹത ഉണ്ടാക്കുന്നത്. 2022 നിരോധിക്കുമ്പോൾ ഒമാൻ തൊട്ട് തുർക്കി വരെ അതിശക്തമായ വേരുകൾ പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ടായിരുന്നു. വിവിധ രാജ്യങ്ങൾ വിവിധ രൂപത്തിൽ വേഷം മാറിയായിരുന്നു ഇവരുടെ പ്രവർത്തനം. ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകിയിട്ടുള്ള വിവരപ്രകാരം ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറം, ഇന്ത്യൻ സോഷ്യൽ ഫോറം, റിഹാബ് ഇന്ത്യൻ ഫൗണ്ടേഷൻ ഇങ്ങനെ 3 മുന്നണി സംഘടനകളുമായി പോപ്പുലർ ഫ്രണ്ടിന് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. SDPI, PFI തുടങ്ങിയ സംഘടനകളുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മിക്കപ്പോഴും സന്ദർശിക്കാറുള്ള ഒരു സ്ഥലമാണ് UAE. പ്രധാനമായും അബുദാബി, ദുബായ് എന്നിവിടങ്ങളിലാണ്. കൂടാതെ എമിറേറ്റ്സ് ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറം, ഇന്ത്യൻ കൾച്ചർ സൊസൈറ്റി, കർണാടക ചാപ്റ്റർ തുടങ്ങിയവ ദുബായിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മുന്നണികളായാണ് പ്രവർത്തിക്കുന്നത്. എന്തായാലും SDPI പ്രവർത്തകരുടെ വീട്ടിൽ രാവിലെ നടന്ന റെയ്ഡിനെ തുടർന്ന് കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏത് കേസിന്റെ പുറത്താണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നതും ഇതും കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതും ഇനി പുറത്തു വരേണ്ടുന്ന വിവരങ്ങളാണ്. അടുത്ത മണിക്കൂറിൽ NIA ആ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ.